കേരള ലക്ഷദ്വീപ് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റികളുടെ മേൽനോട്ടത്തിൽ കേരള ഹൈക്കോടതിയിൽ വയനാട് ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾക്കായി സംവാദ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിലൂടെ നിരവധി നിയമ പരിരക്ഷകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതായി വയനാട്ടിലെ JSS പടിഞ്ഞാറത്തറ സ്കൂളിലെ വിദ്യാർത്ഥികൾ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വയനാട്ടിലെയും ലക്ഷദ്വീപിലെയും വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംവാദ പ്രോഗ്രാമിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആ സംതൃപ്തിയിലാണ് വിദ്യാർത്ഥികൾ. നമ്മളോടൊപ്പം വയനാട്ടിലെ വിദ്യാർത്ഥികളാണ്. എന്തായിരുന്നു കേരള ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? അത് എത്രത്തോളം ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്നു? വലിയൊരു കാര്യം തന്നെയാണിത്. കാരണം ആർക്കും കയറാൻ പറ്റാത്ത ഒരു വലിയ കേരളത്തിന്റെ നീതിപീഠമായ ഹൈക്കോടതി കയറുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ്. ഹൈക്കോടതിയിലെ എല്ലാവരും നമ്മളെയൊക്കെ സുഹൃത്തിനെ പോലെ കണ്ടാണ് പെരുമാറുന്നത്. അപ്പൊ ഇതൊരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. ഏറ്റവും ഉന്നതരായിട്ടുള്ള ജസ്റ്റിസുമാരുമായിട്ട് നിങ്ങൾ സംവദിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചു. അവരിൽ നിന്ന് കിട്ടിയ മറുപടികൾ, ആ അനുഭവത്തെ കുറിച്ച് വളരെ നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം തരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പൊ ഈ ഈ ജുഡീഷ്യറി ഒക്കെ പഠിച്ച് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. വയനാട്ടിൽ നിന്ന് വന്നു ആരുമായിട്ടാണ് പരിചയപ്പെട്ടത്? ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളുമായിട്ട്. ലക്ഷദ്വീപിനെ കുറിച്ച് മുമ്പ് അറിയായിരുന്നു. ഇവരോടൊപ്പം സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഇവരോട് ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം തന്നെയാണ്. അവരുടെ ഭാഷയും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അവരും നമ്മളോട് പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചു. പിന്നെ നന്നായിട്ട് പരിചയപ്പെട്ടു. നമ്മളെല്ലാവരും നല്ല കൂട്ടുകാരായി. പിന്നെ എല്ലാവരും നല്ല കമ്പനിയാണ്. എന്താണ് നീതി, എന്താണ് ഭരണഘടന എന്നുള്ള കാര്യം ഞങ്ങൾ അവരിലേക്ക് പരമാവധി എത്തിക്കുവാൻ നോക്കും. പലതരം ആക്ടുകൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത്. അതുപോലെ ഞങ്ങൾ എല്ലാവർക്കും അത് പരമാവധി പകർന്നു കൊടുക്കാൻ നോക്കും. നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ആ രാജ്യത്തെ നിയമങ്ങളെ പറ്റി ബോധവാന്മാരാകണം. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെയെല്ലാം സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവർ അറിയണം. ആസ് എൻ SPC കേഡറ്റ് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ക്ലാസുകൾ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഈ നിയമത്തെ പറ്റി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ യാത്ര ശുഭമാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.